ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് സുജിനി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹോളിസ്റ്റിക് വിമൺ വെൽനസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു സ്ത്രീ ഒരു സമയം ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫീമെയിൽ അയൺ മാനെ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ ആദ്യം എണീക്കുന്നതും അവസാനം ഉറങ്ങുന്നതൊക്കെ നമ്മുടെ വീട്ടിലെ ഉമ്മമാരായിരിക്കും, അല്ലേ? എന്നിട്ട് എണീറ്റ് സമയം മുതൽ ഉറങ്ങുന്നത് വരെ ഒരു സമയം പോലും റെസ്റ്റ് എടുക്കാതെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഒരു സമയം ഒന്നിലധികം ജോലി ചെയ്യുന്ന വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ജനിച്ചത് മുതൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് മുതൽ വിമൻഹുഡ് വരെയുള്ള ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു മാറ്റത്തിൽ ഒരുപാട് ഫിസിക്കൽ, ഹോർമോണൽ, ഇമോഷണൽ ചേഞ്ചസ് എന്താണ് സംഭവിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും 0, അതായത് ജനിച്ചത് മുതൽ ഏകദേശം 50 വയസ്സാവുന്നത് വരെ ഓരോ സ്ത്രീയുടെയും വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതിൽ പ്രധാനമായിട്ടുള്ള മാറ്റം എന്താണ്? അഡോളസൻസ് ഏജാണ്, കൗമാരപ്രായം. അതായത് 12, 18 ഈ ഒരു വയസ്സാണ്. 12 to 20 വയസ്സ് നമുക്ക് അഡോളസൻസ് ഏജ് ആയിട്ട് കണക്കാക്കാം. ഈ ഒരു സമയത്ത് എന്താണ്, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായിട്ട് മാറുന്നുണ്ട്. ആർത്തവം സംഭവിക്കുന്ന ഒരു ടൈമാണിത്. ആ ഒരു ആർത്തവം സംഭവിക്കുന്ന സമയത്തിന് അവരുടെ ശരീരത്തിൽ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നു. ബ്രസ്റ്റ് ബെഡിങ്, ഹെയർ ഗ്രോത്ത്, ഹൈറ്റ്, വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ 20-30 വയസ്സിൻ്റെ ഉള്ളിൽ എന്താണ്, മാരേജ്, പ്രഗ്നൻസി, കുട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. ദെൻ 30 വയസ്സിന് ശേഷം എന്താണ്, നർച്ചറിങ് റോളാണ്, അല്ലേ? കുട്ടികളെ നോക്കണം, ഫാമിലി, ഹസ്ബൻഡ്, ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ പരിപാലിക്കുന്ന ഒരു റോള് ഏറ്റെടുക്കുന്ന ഒരാളായിട്ട് ഒരു സ്ത്രീ മാറുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഓരോ സ്ത്രീയുടെയും ലൈഫ് സ്റ്റേജ് എന്ന് പറയുന്നത് റിപ്രൊഡക്റ്റീവ് സൈക്കിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഓരോ സ്ത്രീയുടെയും ലൈഫ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, മെൻസ്ട്രേഷനിലെ ആർത്തവത്തിൽ ആരംഭിക്കുന്നതും അതേപോലെ മെനപ്പോസ് ആർത്തവിരാമത്തിൽ അവസാനിക്കുകയുമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു മെനപ്പോസിനെ 3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. മെനപ്പോസ് മീൻസ് ആർത്തവ വിരാമം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് പെരിമെനപ്പോസ്. ആർത്തവിരാമത്തിന് തൊട്ട് മുൻപുള്ള ഒരു കാലയളവാണ് പെരിമെനപ്പോസ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 35 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് ഹോർമോണൽ മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന ഒരു ടൈമാണ് ഈ ഒരു 35 വയസ്സ് അല്ലെങ്കിൽ പെരിമെനപ്പോസ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫീമെയിൽ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജൻ ലെവൽ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. ഇറഗുലർ മെൻസ്ട്രേഷൻ, അതേപോലെ പ്രോസ്ട്രജൻ കുറയുന്നുണ്ട്. ചില ആളുകൾ എന്താണ്, മെൻസ്ട്രേഷൻ സൈക്കിൾ ഒരുപാട് നീണ്ടുപോകും. ചില ആളുകൾ വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. ചില ആളുകൾക്ക് എന്താണ്, ശരീരം ചുട്ടുപൊള്ളുന്ന അവസ്ഥ, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മൂത്രാശയ പ്രശ്നങ്ങൾ, ഒന്നിനും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. മെമ്മറി പ്രശ്നങ്ങളുണ്ടാവും, തലവേദന ഉണ്ടാവും, സന്ധികളിലും പേശികളിലൊക്കെ വേദന ഉണ്ടാവും. അപ്പോൾ പിന്നെ രണ്ടാമത്തെ സ്റ്റേജാണ് മെനപ്പോസ് എന്ന് പറഞ്ഞാൽ, അതായത് ആർത്തവ വിരാമം എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ ബുദ്ധിമുട്ടേറിയമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഈ ഒരു മെനപ്പോസ് സ്റ്റേജ് എന്ന് പറയുന്നത്. കാരണം ഓവറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളുടെ ഉൽപ്പാദനം കാര്യമായി കുറയുന്നതാണ് ഇതിന് പ്രധാന കാരണം. അപ്പോൾ ഈ ഒരു മെനപ്പോസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നതും, ഒരു വർഷത്തേക്ക് ആർത്തവം ഉണ്ടാവില്ല, വിഷാദരോഗം, പെട്ടെന്നുള്ള ചൂട്, ശരീരമൊക്കെ പെട്ടെന്ന് എന്തെയും ചുട്ടുപൊള്ളുന്ന അവസ്ഥ ഉണ്ടാവും. ചില ആളുകൾക്ക് അമിതമായിട്ട് വിയർക്കും, മുടി കൊഴിച്ചിൽ, ഓർമ്മക്കുറവ്, ഇതൊക്കെ ലക്ഷണങ്ങളായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്? ഈ ഒരു മെനപ്പോസ് സമയത്ത് ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നാണ് എല്ലുകളുടെ ബലക്കുറവ്, അതേപോലെ തന്നെ മൂത്രാശയാണുബാധ, മാനസിക പ്രശ്നങ്ങൾ, അമിതവണ്ണം, ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഒരു സ്ത്രീ അനുഭവിക്കുന്നുണ്ട്. ദെൻ പോസ്റ്റ് മെനപ്പോസ്, അതായത് ആർത്തവിരാമത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തെയാണ് പോസ്റ്റ് മെനപ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ 35 വയസ്സിന് ശേഷം ഈ ഒരു 3 കാലഘട്ടങ്ങളിലൂടെ ഈ ഒരു സ്ത്രീ കടന്നു പോകുന്നുണ്ട്. അത് ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഓരോ ലേഡിയുടെയും ശരീരത്തിൽ അല്ലെങ്കിൽ ഓരോ ലേഡിക്കും ഒരു കോമൺ ഹെൽത്ത് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 35 വയസ്സിന് ശേഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസ്, ഹൈപ്പോതൈറോയിഡിസം, ഇറഗുലർ പീരീഡ് മെൻസ്ട്രേഷൻ, അതേപോലെ ചില ആളുകൾക്ക് ഷുഗർ വരുന്നുണ്ട്, PCOD, അതേപോലെ ബോൺ ജോയിൻറ്റ് പെയിനുകൾ, സോർ ബ്രസ്റ്റ് ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്താണ്? ഫസ്റ്റ് വൺ ഈസ് സ്ട്രെസ്സ്. നമുക്കറിയാം, ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. കുട്ടികളൊന്ന് ലേറ്റായിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലെത്താൻ വൈകിപ്പോയാൽ അല്ലെങ്കിൽ ലേറ്റായി പോയാൽ എന്താണ്, അപ്പോഴേക്കും ഇവർക്ക് ടെൻഷനാണ്. ദെൻ അതും ഒരു കാരണമാണ്. അതേപോലെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ചില ലേഡീസിനൊക്കെ ഭയങ്കര മടിയായിരിക്കും, ശരീരം അനങ്ങി അധ്വാനിക്കാൻ ഭയങ്കര മടിയുള്ള ലേസി ഗേൾസ് ഉണ്ടാവും. കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക, ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുക, അതും ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. ദെൻ ഇംപ്രോപ്പർ ഈറ്റിംഗ് ഹാബിറ്റ്സ്, കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കില്ല. നമുക്കൊക്കെ അറിയാം, വീട്ടിലുള്ള എല്ലാവരും ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ജോലിക്ക് പോവുകയും മക്കളൊക്കെ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് പോവുക, ഇവരൊക്കെ പറഞ്ഞു വിട്ടിട്ടാണ് ഒരു വീട്ടമ്മ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ള ടൈമിൽ ഭക്ഷണം കഴിക്കാത്തതും ഒരു കാരണമാണ്. ആങ്സൈറ്റി ഡിസോർഡറും മറ്റൊരു കാരണമാണ്. അപ്പോൾ ഇവയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഓരോ ലേഡിയും ഫേസ് ചെയ്യുന്നുണ്ട്.
ശരിയായിട്ട് ഉറക്കം കിട്ടുന്നില്ല, ഗർഭാശയത്തിൽ ഫൈബ്രോയിഡിൻ്റെ വളർച്ച, ചില ആളുകൾ നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്, ചില ആളുകൾ അമിത രോമ വളർച്ച. നമ്മൾ ചില ലേഡീസിനൊക്കെ കളിയാക്കും മീശയുണ്ട് താടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. മൂഡ് സ്വിങ്സ്, ഓവറിയിൽ സിസ്റ്റ് കാണപ്പെടുന്നതൊക്കെ അതിന് കാരണമാണ്. ഇനി ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താ, ഒരു കൺവെൻഷണൽ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ, സ്ത്രീകൾക്ക് എന്താണ്, ഒരു അധിക ദിവസങ്ങളിലും ഒരു 60 അല്ലെങ്കിൽ 45-60 മിനിറ്റ് വളരെ ആക്റ്റീവായിട്ട് ഫിസിക്കലി ആക്റ്റീവ് ആവാം. അത് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. യോഗയാവാം, വാക്കിംഗ് ആവാം, ജോഗിങ് ആവാം. ചില ആൾക്ക് ചെടി നടുന്നതൊക്കെ ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ഓരോ കാര്യങ്ങളായിരിക്കും. ഡാൻസ് ചെയ്യാം, ഇഷ്ടമുള്ളത് ചെയ്യാം. അതേപോലെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാം, നല്ല അധികവും ധാന്യങ്ങൾ ഉൾപ്പെടുത്തുക, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ലോ ഫാറ്റ് ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ നോക്കുക. ഫാറ്റി ഫുഡ് ഒഴിവാക്കുക, ഉപ്പ്, ഷുഗർ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ദെൻ സ്റ്റേ ഹൈഡ്രേറ്റഡ്, എപ്പോഴും എന്താണ്, ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ഓരോ ലേഡീസും എന്താണ്, ഒരു ലേഡിയുടെ ബോഡി എപ്പോഴും ഹീറ്റ് ആയിരിക്കും. നമ്മൾ പറയും, അധികം പണ്ടുള്ളവർ പറയായിരുന്നു, ഒരു ലേഡി സ്ത്രീ എന്താണ് രാവിലെ അടുക്കളയിലേക്ക് വരുമ്പോൾ കുളിച്ചിട്ട് വേണം വരാനെന്ന്. അതിൻ്റെ പിന്നിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഒരു സ്ത്രീയുടെ ബോഡി എന്താണ്, വളരെ ഹീറ്റ് ആയിരിക്കും. അപ്പോൾ രാവിലെ ചൂടോട് കൂടി തന്നെ നമ്മൾ അടുക്കളയിൽ പോയി രാവിലെ എണീറ്റ്, പണ്ടൊക്കെ അടുപ്പായിരുന്നല്ലോ അല്ലേ, അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ ഹീറ്റ് കുറച്ചുകൂടി കൂടും, അത് അവരുടെ ബോഡിക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ കുളിച്ച് വരുമ്പോൾ ബോഡി തണുപ്പായിരിക്കും, അപ്പോൾ വല്ലാണ്ട് ചൂട് അവരുടെ ബോഡിയെ ഏൽക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയാനുള്ളത് റീസൺ. സോ നമ്മൾ അടുക്കളയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യെത്തും ദൂരത്തായിരിക്കും വെള്ളം ഉണ്ടാവുക. എന്നാലും ആളുകൾക്ക് എന്താണ്, കുടിക്കാൻ സമയം കിട്ടൂല, ശ്രദ്ധിക്കൂല, അത് വിട്ടുപോകും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഡെയിലി ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. എത്രത്തോളം കലോറി നമ്മൾ കഴിക്കുന്നോ അതിനനുസരിച്ച് ആ കലോറി കത്തിച്ച് കളയാനുള്ള കാര്യങ്ങളും എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. മാക്സിമം ജങ്ക് ഫുഡ്സ്, ടുബാക്കോ, ആൽക്കഹോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഒരു യുണീക്ക് ആയിട്ടുള്ള, ഒരു പകരം വെക്കാനുള്ള ഇല്ലാത്ത ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഐക്യർ എന്നൊരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇതിലെ മെയിൻ ആയിട്ടുള്ള 4 ഇൻഗ്രീഡിയൻസ്, അതായത് മഞ്ഞൾ, ബോസ്വെല്ല, അസ്പരാഗസ്, വലേറിയൻ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് കുർക്കുമിൻ, അതായത് മഞ്ഞൾ. നമുക്കറിയാം മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഹെർബാണ്, ഒരു ഔഷധ ചെടിയാണ്. കാരണം നമ്മൾ അടുക്കളയിലൊക്കെ വിഷാംശം കളയാനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത് അല്ലേ. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ കരൾ വൃത്തിയാക്കാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, വീക്കം, പഴുപ്പ് തുടങ്ങിയവയൊക്കെ തടയാനും നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും രോഗപ്രതിരോധ ശേഷി മോഡുലേറ്ററുമാണ് ഈ ഒരു കുർക്കുമിൻ എന്ന് പറയുന്നത്. ദെൻ ബോസ്വെല്ലിയ, അതായത് കുന്തിരിക്കം എന്ന് പറയുന്നത് ഈ എല്ലുകളുടെയും സന്ധികളുടെയും ആരോഗ്യത്തിന് ഈ ഒരു ബോസ്വെല്ലിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ അസ്പരാഗസ്, ക്യൂൻ ഓഫ് ഹെർബ്സ്, ഔഷധങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഒന്നാണ് അസ്പരാഗസ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു 35 വയസ്സിന് ശേഷം ആളുകൾക്ക് എന്താണ്, ചില ആളുകൾക്ക് മെലിഞ്ഞു പോകും. അപ്പോൾ ഇതൊരു ടോണിക്കായിട്ടും നമ്മൾ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഹോർമോൺ ലെവലും നമ്മുടെ മെൻസ്ട്രേഷൻ സൈക്കിളൊക്കെ, പീരീഡ്സിൻ്റെ ആ ഒരു ടൈമൊക്കെ ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ദെൻ ഒരു സെക്ഷൽ ഡിസയറും അതേപോലെ തന്നെ ഫെർട്ടിലിറ്റിയൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെനപ്പോസ് സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ആ ബുദ്ധിമുട്ടുകളൊക്കെ അതിൻ്റെ സിംറ്റംസിനൊക്കെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്, കുറയ്ക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ഉള്ള ഒരു സൊല്യൂഷനാണ് നമ്മുടെ അസ്പരാഗസ് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ വലേറിയൻ റൂട്ട്സ്, അതായത് ജഡാമൻഷി എന്ന് പറയും. നമ്മുടെ സ്ത്രീകൾക്കൊക്കെ എന്താണ്, ചിലപ്പോൾ ചില ആളുകൾ 35 വയസ്സിൻ്റെ ഉറക്കക്കുറവ്, ആങ്സൈറ്റി, തലവേദന, ഡിപ്രഷന്, ഈ ഒരു മെനപ്പോസൽ സിംറ്റംസ് ഇതൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് നല്ല ഉറക്കത്തിനും മൈഗ്രെയിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു ജഡാമൻഷി എന്ന് പറയുന്നത്. മാത്രമല്ല ശരീരത്തിന് ശാന്തതയും വിശ്രമവും നൽകുന്നുണ്ട്. അപ്പോൾ ഇതിലൊരുപാട് അതർ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഈ 4ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റിലും ബാക്കിയുള്ള സബ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒന്ന് സഫ്രോൺ, നമ്മുടെ കുങ്കുമപ്പൂവാണ്, ശരീരത്തിലെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യാനും അതേപോലെ തന്നെ സ്ത്രീകളിലേക്ക് സ്കിന്നൊക്കെ ചുളിഞ്ഞു പോകും 35 വയസ്സിന് ശേഷം. അപ്പോൾ ഈ ഒരു സ്കിന്ന് ചുളിയുന്നത് കുറയ്ക്കാനും ഉറക്കമില്ലായ്മ, സന്ധിവാതം, തളർച്ച, ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങൾക്കൊക്കെ ബെസ്റ്റാണ് നമ്മുടെ സഫ്രോണ്. അതേപോലെ സീസസ്, അതായത് ചങ്ങലം വരണ്ട, കാൽസ്യം റിച്ചാണ്, എല്ല് തേയ്മാനത്തിനും വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നല്ലതാണ് ചങ്ങലം വരണ്ട. ദെൻ പീച്ച് ഫ്രൂട്ട് ഉണ്ട് ഇതിൽ. നമ്മുടെ ഐക്കറും പീച്ച് ഫ്ലേവറാണ് കേട്ടോ. ഇത് നമ്മുടെ ബിപിയും കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ സെസാം എന്ന് പറയുന്നത് എള്ളാണ്, ഫൈബർ റിച്ചാണ്, മാഗ്നീഷ്യം റിച്ചാണ്, നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ദെൻ സെൻഡല്ല എന്ന് പറയുന്നത് മുത്തിളാണ്, ബുദ്ധിശക്തി, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ ഉറക്കം ലഭിക്കാനും വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ ബെസ്റ്റാണ് മുത്തിള്. ദെൻ അംല, നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈറ്റമിൻ സി റിച്ചാണ്, ഹൃദ്രോഗം തടയാൻ സഹായിക്കുന്നുണ്ട്. കൊഴുപ്പും കൊളസ്ട്രോളൊക്കെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത് തടയാനൊക്കെ ഈ ഒരു അംല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ചാസ്റ്റട്രി എന്ന് പറയുന്നത് കരിനച്ചി,
ഈ സ്ത്രീരോഗ ചികിത്സയ്ക്കായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് കരിനച്ചി എന്ന് പറയുന്നത്. നമ്മുടെ സ്ത്രീകളിലെ ഹോർമോണൽ ഇംബാലൻസിനും നടുവേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു കണ്ടൻറ്റാണ് കരിനച്ചി. ദെൻ സോർ സൂപ്പ്, അതായത് മുള്ളാത്ത, നമ്മുടെ ശരീരത്തിലൊക്കെ ക്യാൻസർ സെല്ലുകൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നുള്ളത് അലോവേര. നമുക്കൊക്കെ അറിയാം, കറ്റാർവാഴ അധികം ആളുകളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഈ നമ്മുടെ ഡൈജഷൻ ക്ലിയർ ആക്കാനും അതേപോലെ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കൊളസ്ട്രോൾ, ഇമ്മ്യൂൺ ഒക്കെ അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐ കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ്, നേരത്തെ 35 വയസ്സിന് ശേഷമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തു. ആ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ലേഡീസിൻ്റെ അവസ്ഥ പെട്ടെന്ന് എന്താണ് മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നുണ്ട്, അത് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ ഡിപ്രസീവ് സിംറ്റംസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊളസ്ട്രോളും ഗ്ലിസറോയിഡ് ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ അതിൻ്റെ ലെവലൊക്കെ നോർമലാക്കാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ അമിതമായിട്ടുള്ള വിശപ്പുകൾ അതേപോലെ വെയിറ്റ് ലോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പുതിയ കോശങ്ങൾ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ശരീരത്തിൽ മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാനൊക്കെ സഹായിക്കുന്ന ഒരു അമേസിങ് പ്രോഡക്റ്റാണ് നമ്മുടെ ഐ കെയർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ദിവസം 30 ml വെച്ചിട്ട് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പായിട്ട് 30 ml ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനായിരിക്കും നമ്മുടെ ഐ കെയർ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഈ ഒരു വുമൺഹുഡ് നമ്മുടെ ഐ കെയർ എന്ന പ്രോഡക്റ്റിനോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിനുള്ള ഒരു സൊല്യൂഷനായിരിക്കും ഐ കെയർ എന്ന് പറയുന്നത്. സോ താങ്ക് യു ഓൾ.